മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം. എൻഡിഎ സ്ഥാനാർത്ഥിയായി സി.പി. രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത്. വൈകിട്ട് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വോട്ടെണ്ണലും നടക്കും. നിലവിലെ അംഗബലം അനുസരിച്ച് എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ജയം ഉറപ്പാണ്. ഇ.ആർ. രാഗേഷ് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. വൈകുന്നേരം 6 മണിയോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. രാത്രി 8 മണിയോടുകൂടി ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആര് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി സി.പി. രാധാകൃഷ്ണനും അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത്. ഇ.ആർ. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഇ.ആർ. കണക്കിന്റെ കളികൾ വെച്ച് നോക്കുമ്പോൾ ആത്മവിശ്വാസം എൻഡിഎ സഖ്യത്തിന് ഉറപ്പായും ഉണ്ട്. പക്ഷെ അതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ഐക്യവും കരുത്തും ഒക്കെ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ സഖ്യവും കണക്കാക്കുന്നുണ്ട് അല്ലെ? അതെ ആര്യ, കാരണം എൻഡിഎക്ക് വിജയം ഉറപ്പാണ്. പക്ഷേ ഒരു മത്സരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്നത്. കാരണം 2022-ലാണ് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി 3 വർഷം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി 2 വർഷം കൂടി ബാക്കിയുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ആണ് അപ്രതീക്ഷിതമായി ആദ്യ ദിവസം അദ്ദേഹം സഭയിലുണ്ടായിരുന്നു, സജീവമായി ഇടപെട്ടതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി അന്ന് വൈകിട്ട് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. അനാരോഗ്യം എന്നാണ് പറഞ്ഞ വിശദീകരണമെങ്കിൽ പോലും സർക്കാരും ധൻകറും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് പിന്നീടൊക്കെ തന്നെ പുറത്തു വന്നത്. അതെന്താണെന്ന് വ്യക്തമാക്കാൻ സർക്കാരോ അദ്ദേഹമോ തയ്യാറായിട്ടില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യ സഖ്യവും എൻഡിഎയും സജീവമായി തന്നെ മത്സര രംഗത്തുണ്ട്. സി.പി. രാധാകൃഷ്ണനാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി. ഇന്ത്യ സഖ്യത്തിനായി സുപ്രീം കോടതി മുൻ ജഡ്ജി സുദർശൻ റെഡ്ഡിയും മത്സരിക്കുന്നു. ഏതായാലും കണക്കുകൾ നോക്കുമ്പോൾ എൻഡിഎക്ക് വിജയം ഉറപ്പാണ്. വലിയ മാർജിനിൽ തന്നെ വിജയം ഉറപ്പാണ്. കാരണം നിലവിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. സാധാരണഗതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ MLA-മാർക്കടക്കം വോട്ടവകാശമുണ്ട്. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. 2 സഭകളിലെയും MP-മാർക്കാണ് വോട്ടവകാശമുള്ളത്. ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് 781 പേരാണ്. നിലവിൽ 239 രാജ്യസഭയുടെ അംഗബലം. ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് ബംഗാളിൽ ഒരു സീറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 542 പേർ ലോക്സഭയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ 391 വോട്ടുകൾ ലഭിക്കുന്ന ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷേ 3 പാർട്ടികൾ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊന്ന് ബിജു ജനതാദളാണ്, ഒഡീഷയിലെ പാർട്ടിയാണ്. അവർക്ക് 7 അംഗങ്ങളാണുള്ളത്. അവർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിലവിലെ സാഹചര്യത്തിൽ 2 മുന്നണികളുടെയും, അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെയോ എൻഡിഎയുടെയോ ഭാഗമാകാനില്ല എന്നാണ് ബിജു ജനതാദൾ പറയുന്നത്. മറിച്ച് ഒഡീഷയുടെ ക്ഷേമമാണ് ബിജു ജനതാദൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന വാദമാണ് ആ പാർട്ടി പറയുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും രാജ്യസഭയിൽ സർക്കാർ ന്യൂനപക്ഷമായിരുന്ന കാലത്ത് പോലും എൻഡിഎക്ക് ഇതര പാർട്ടിയായിട്ട് പോലും ബിജു ജനതാദൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമീപനമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഒഡീഷയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അവിടെ തുടർച്ചയായി ബിജു ജനതാദൾ ഭരിച്ചിരുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരം BJP പിടിച്ചു. എന്നിട്ട് പോലും എൻഡിഎക്ക് എതിരായ നിലപാട് ഈ ഘട്ടത്തിൽ ബിജു ജനതാദൾ സ്വീകരിക്കുന്നില്ല. മറ്റൊരു പാർട്ടി BRS ആണ്, തെലങ്കാനയിലെ രാഷ്ട്രീയ കക്ഷിയാണ്. അവർ 2 പാർട്ടികൾക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം തെലങ്കാനയിലെ കർഷകർ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു. പ്രത്യേകിച്ച് യൂറിയയുടെ പ്രതിസന്ധി നേരിടുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ അവഗണന ഉണ്ടാകുന്നു. സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവരും കർഷകരെ തഴയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2 കക്ഷികൾക്കൊപ്പം നിൽക്കാനില്ല. നോട്ട എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ കക്ഷി ശിരോമണി അകാലിദളാണ്. പഞ്ചാബിൽ വലിയ പ്രളയത്തിന്റെ പിടിയിലാണ്. ഈ സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്താനില്ല എന്നാണ് ഇപ്പോൾ SID പ്രഖ്യാപിക്കുന്നത്. ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ കക്ഷികളും നിലവിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ അംഗബലം അനുസരിച്ച് എൻഡിഎക്ക്, അതായത് സി.പി. രാധാകൃഷ്ണന് 425 വോട്ട് ലഭിക്കും. ഏറ്റവും ചുരുങ്ങിയ 425 വോട്ടെങ്കിലും ലഭിക്കും. കാരണം
342 വോട്ടുകൾ BJPക്ക് മാത്രമായി ഉണ്ട് രാജ്യസഭയിലും ലോക്സഭയിലുമായി. പ്രതിപക്ഷ നിര നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പരമാവധി ലഭിക്കുക 324 വോട്ടാണ് നിലവിലെ അംഗബലം അനുസരിച്ച്. കാരണം കോൺഗ്രസിനുള്ളത് 126 മറ്റ് ഇന്ത്യ കക്ഷികളെല്ലാം കൂടി ഏതാണ്ട് 324 വോട്ടുകൾ ലഭിക്കും. എങ്കിൽ പോലും ചില കക്ഷികളുടെ എങ്കിലും വോട്ട് ഉറപ്പാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനടക്കം വെച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ DMKയുടെ വോട്ടുകൾ പ്രതീക്ഷ വെച്ചിരുന്നു BJP. പക്ഷേ DMK പ്രഖ്യാപിച്ചു ഇന്ത്യ സഖ്യത്തിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മറിച്ച് തെലങ്കാനയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും തെലുങ്ക് വോട്ടുകൾ, ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അങ്ങനെ ആരെങ്കിലും വോട്ട് മാറ്റി ചെയ്യുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. എങ്കിൽ പോലും ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക, ഒരു ആശയപരമായ പോരാട്ടമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഏതായാലും 10 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. 5 മണി വരെയാണ് വോട്ടെടുപ്പ്. അതിനുശേഷം 6 മണിക്ക് വോട്ട് എണ്ണി തുടങ്ങും. ഏതാണ്ട് 8 മണിയോടുകൂടി പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് അറിയാൻ സാധിക്കും. ആര്യ. യെസ്, തീർച്ചയായും. ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.